ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ട് പുഷ് ബട്ടൺ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഒരു LED എങ്ങനെ ഓൺ ഓഫ് ചെയ്യാം എന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ട് ട്രാൻസിസ്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു BC547 ആൻഡ് BC557 ട്രാൻസിസ്റ്റേഴ്സാണ്. കൂടാതെ ഒരു 100 കിലോ ഓംസിൻ്റെ റെസിസ്റ്റർ ആവശ്യമാണ്. ഇനി നമുക്കൊരു 220 ഓംസിൻ്റെ റെസിസ്റ്റർ ആവശ്യമാണ്. അപ്പോൾ എൻ്റെ കൈവശം 220 ഓംസിൻ്റെ റെസിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് 100 ഓംസിൻ്റെ രണ്ട് റെസിസ്റ്റർ ഞാൻ സീരീസ് ആയിട്ടാണ് ഈ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തായി നമുക്ക് ഇതിൻ്റെ അസംബ്ലിംഗ് ഒന്ന് നോക്കാം. അപ്പോൾ BC557ഉം BC547ഉം ബ്രെഡ് ബോർഡിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ കളക്ടർ, ബേസ്, എമിറ്റർ, കളക്ടർ, ബേസ്, എമിറ്റർ ഇങ്ങനെ വരുന്ന രീതിയിലാണ് ട്രാൻസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായി BC557ൻ്റെ ബേസിൽ നിന്നും ഒരു കണക്ഷൻ BC547ൻ്റെ കളക്ടറിലേക്ക് കൊടുക്കുന്നു. അടുത്തതായി 100 കിലോ ഓംസിൻ്റെ റെസിസ്റ്റർ BC557ൻ്റെ കളക്ടറിൽ നിന്നും BC547ൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അടുത്തതായി BC557ൻ്റെ കളക്ടറിൽ നിന്നും 220 ഓംസിൻ്റെ റെസിസ്റ്റർ 547ൻ്റെ എമിറ്ററിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഞാൻ 100 ഓംസിന് രണ്ടെണ്ണം സീരീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം. ഓക്കെ, അടുത്തതായിട്ടാണ് നമ്മുടെ സ്വിച്ചിൻ്റെ കണക്ഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്വിച്ചിൻ്റെ ഒരു കണക്ഷൻ അസ്യൂം പിൻ നമ്പർ 1 ഞാൻ ഇവിടെ BC557ൻ്റെ എമിറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം സ്വിച്ചിൻ്റെ പിൻ നമ്പർ 1ൽ നിന്ന് തന്നെ ഒരു LED ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. അതിൽ LEDയുടെ നെഗറ്റീവ് ലീഡിലേക്കാണ് സ്വിച്ചിൻ്റെ പിൻ നമ്പർ 1ൽ നിന്നുള്ള കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ പോസിറ്റീവ് പിൻ ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവ് റെയിലുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അടുത്തതായി ഒന്നാമത്തെ സ്വിച്ചിൻ്റെ പിൻ നമ്പർ 2ൽ നിന്നും രണ്ടാമത്തെ സ്വിച്ചിൻ്റെ പിൻ നമ്പർ 1ലേക്ക് ഒരു കേബിൾ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇനി രണ്ടാമത്തെ സ്വിച്ചിൻ്റെ പിൻ നമ്പർ 1ൽ നിന്നുള്ള ഒരു കണക്ഷൻ ഇവിടെ ട്രാൻസിസ്റ്റർ BC547ൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അടുത്തതായി രണ്ടാമത്തെ സ്വിച്ചിൻ്റെ പിൻ നമ്പർ 2ൽ നിന്നും BC547ൻ്റെ എമിറ്ററിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ നിന്നും ഒരു കണക്ഷൻ നമുക്ക് നെഗറ്റീവ് റെയിലുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ BC547ൻ്റെ എമിറ്ററിൽ നിന്നും നെഗറ്റീവ് റെയിലിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പവർ സപ്ലൈ കൊടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സർക്യൂട്ടിലേക്ക് ഞാനൊരു 5 വോൾട്ട് പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളുടെ LED ലൈറ്റപ്പ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഓഫ് സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ LED ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളുടെ സർക്യൂട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് നമുക്കൊന്ന് മോഡിഫൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് റിലേ കണക്ട് ചെയ്തിട്ട് മറ്റ് ഡിവൈസസ് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു സർക്യൂട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്